നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വിവരങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് NHRC, അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അതെ. അപ്പോ എന്തിനാണ് ഇങ്ങനൊരു സ്ഥാപനം, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരിയാണ്. നമ്മുടെ പൗരന്മാരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണല്ലോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാം, അല്ലേ? തീർച്ചയായും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ NHRC എന്ന് പറയുന്നത്? ഓക്കെ, NHRC അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഇത് 1993 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ്. ഒരു നിയമം വഴി വന്നത്. അതെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതെ, അതായത് നിയമം മൂലം സ്ഥാപിക്കപ്പെട്ട ഒരു സ്വതന്ത്ര സ്ഥാപനം, സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിൽക്കുന്ന ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രധാന ജോലി എന്താണ്? പ്രധാന ജോലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതും പിന്നെ അന്താരാഷ്ട്ര ഉടമ്പടികളിലൊക്കെ പറയുന്നതുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അങ്ങനെയുള്ളവ. അതെ അതെ, ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്, ഇതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, കോടതികൾക്ക് നടപ്പാക്കാൻ കഴിയുന്ന അവകാശങ്ങൾ, അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന പങ്ക്, ഒരു കാവൽക്കാരനെ പോലെ. ശരി, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥാപനം ഇതിനു വേണ്ടി വന്നത്? നല്ല ചോദ്യമാണ്. പ്രധാനമായിട്ടും രാജ്യത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിലവിലുള്ള സ്ഥാപനങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുക. പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വീഴ്ചകളോ അതിക്രമങ്ങളോ ഉണ്ടായാൽ അതിനെക്കുറിച്ച് സ്വതന്ത്രമായി അന്വേഷിക്കാൻ ഒരു സംവിധാനം വേണം. അത് ശരിയാണ്, സ്വതന്ത്രമായ അന്വേഷണം പ്രധാനം തന്നെ. അതെ, ഇത് ശരിക്കും മനുഷ്യാവകാശങ്ങളോടുള്ള സർക്കാരിന്റെ ഒരു പ്രതിബദ്ധത കൂടിയാണ് കാണിക്കുന്നത്. പിന്നെ നിലവിലുള്ള ശ്രമങ്ങളെ, ഈ മനുഷ്യാവകാശം പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളെ സഹായിക്കുക, ശക്തിപ്പെടുത്തുക, ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഘടന എങ്ങനെയാണ്? ആരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്? ഇതൊരു സിംഗിൾ പേഴ്സൺ ബോഡിയല്ല, പല അംഗങ്ങളുണ്ട്. ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, പിന്നെ 5 മുഴുവൻ സമയ അംഗങ്ങൾ. ചെയർപേഴ്സൺ ആരായിരിക്കും? ചെയർപേഴ്സൺ നിർബന്ധമായും ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയോ ആയിരിക്കണം. വിരമിച്ച ആളായിരിക്കണം. ഓക്കെ, മറ്റഞ്ചംഗങ്ങളോ? മറ്റംഗങ്ങളിൽ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഇപ്പോഴുള്ളതോ വിരമിച്ചതോ ആയ ജഡ്ജിമാരുണ്ടാവാം. അതുകൂടാതെ മനുഷ്യാവകാശ വിഷയങ്ങളിൽ നല്ല അറിവോ അല്ലെങ്കിൽ പ്രായോഗിക പരിചയമോ ഉള്ള 3 പേർ വേണം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ. അതെ, അതിലൊരാൾ നിർബന്ധമായും വനിതയായിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും. ഇത് കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയുണ്ട്. എക്സ് ഒഫീഷ്യോ അതെന്താണ്? അതായത് മറ്റു ചില പ്രധാനപ്പെട്ട ദേശീയ കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാർ പദവി കാരണം ഇതിലും അംഗങ്ങളായിരിക്കും. ഓഹോ, ഏതെല്ലാം കമ്മീഷനുകൾ? ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഓക്കെ, കുട്ടികളുടെ അവകാശ സംരക്ഷണം, ഭിന്നശേഷിക്കാർ. അതെ, ഇവരുടെയെല്ലാം കമ്മീഷൻ ചെയർപേഴ്സൺമാർ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ ഇവിടെ എത്തുന്നു, അല്ലേ? കൃത്യമായി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് NHRCയുടെ ശ്രദ്ധയിൽ വരും. ശരി, അപ്പോ ഈ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നത്? നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ രാഷ്ട്രപതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല. അതിനൊരു ശുപാർശ വേണോ? അതെ, പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു 6 അംഗ സമിതിയുണ്ട്. ആ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം. ആ സമിതിയിൽ ആരൊക്കെയുണ്ട്? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, പിന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ്ഡ് കമ്മിറ്റിയാണെന്ന് പറയാം. അതെ, സർക്കാരും പ്രതിപക്ഷവുമുണ്ട്. പിന്നെ ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് നിയമിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിക്കണം എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ശരി, ഇവരുടെ കാലാവധി എത്രയാണ്? കാലാവധി 3 വർഷമാണ്, അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെ. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ച്. വീണ്ടും നിയമിക്കാൻ പറ്റുമോ? പറ്റും, പുനർനിയമനത്തിന് അർഹതയുണ്ട്. പക്ഷെ ഒരു പ്രധാന കണ്ടീഷനുണ്ട്. എന്താണത്? ഈ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം
കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ വേറെ ജോലി ചെയ്യാൻ പാടില്ല. ഓ, അത് അവരുടെ നിഷ്പക്ഷത ഉറപ്പാക്കാനായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും. അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. നിയമിച്ചതിന് ശേഷം അതിൽ അവർക്ക് ദോഷകരമായ മാറ്റങ്ങൾ വരുത്താനും പാടില്ല. ഇനി ഇവരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥയുണ്ടോ? ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാം. ഉദാഹരണത്തിന് പാപ്പറാവുക, അല്ലെങ്കിൽ പുറത്ത് ശമ്പളമുള്ള ജോലി ചെയ്യുക, ശാരീരികമോ മാനസികമോ ആയ കഴിവില്ലായ്മ, മാനസിക അസ്വാസ്ഥ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക. അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതായത് തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റം അല്ലെങ്കിൽ കഴിവില്ലായ്മ, ഈ കാരണങ്ങളിലാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേക നടപടിക്രമമുണ്ടാകും. ഉണ്ടാകും. രാഷ്ട്രപതി ആ വിഷയം സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് വിടണം. സുപ്രീം കോടതി അന്വേഷിച്ച് ശരിവെച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ നിയമനവും നീക്കം ചെയ്യലുമൊക്കെ വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ്. അതെ. ഇനി നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളിലേക്കും ജോലികളിലേക്കും വരാം. എന്തൊക്കെയാണ് NHRC ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് പരാതി കിട്ടിയാൽ മാത്രമാണോ? അല്ല, പരാതി കിട്ടിയാൽ അന്വേഷിക്കാം. അല്ലെങ്കിൽ കമ്മീഷന് സ്വമേധയാ, അതായത് സുമോട്ടോ ആയിട്ടും കേസെടുത്ത് അന്വേഷിക്കാം. അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരവും അന്വേഷിക്കാം. ഈ സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും ഇരകൾക്ക് പരാതിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാം. ശരിയാണ്. പിന്നെന്തൊക്കെയാണ്? പിന്നെ ഏതെങ്കിലും കോടതിയിൽ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ചൊരു കേസ് നടക്കുന്നുണ്ടെങ്കിൽ കമ്മീഷൻ അതിലിടപെടാൻ അധികാരമുണ്ട്. ഓ. അതുപോലെ ജയിലുകള്, മറ്റ് തടങ്കൽ കേന്ദ്രങ്ങള് ഒക്കെ സന്ദർശിക്കാം. അവിടുത്തെ അന്തേവാസികളുടെ ജീവിത സാഹചര്യം പഠിച്ച് മെച്ചപ്പെടുത്താനുള്ള ശുപാർശകൾ നൽകാം. ഭരണഘടനയും മറ്റ് നിയമങ്ങളും നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശരിയായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അവയ്ക്ക് അധികാരമുണ്ടല്ലേ? ഉണ്ട്. അത് അവലോകനം ചെയ്യാനും കൂടുതൽ ഫലപ്രദമാക്കാൻ നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും. തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ ഭീഷണിയാണല്ലോ. അത്തരം വിഷയങ്ങളിൽ അതെ, തീവ്രവാദം ഉൾപ്പെടെ മനുഷ്യാവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നടപടികൾ ശുപാർശ ചെയ്യാനും കമ്മീഷന് ചുമതലയുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികൾ പഠിച്ച് അവ ഇന്ത്യയിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് ശുപാർശ ചെയ്യാനും അവർക്ക് കഴിയും. പിന്നെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക. അതെ, സാക്ഷരത വർദ്ധിപ്പിക്കുക. ഈ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന NGOകളെ, അതായത് സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഇതെല്ലാം അവരുടെ ചുമതലകളിൽ വരും. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സമീപിക്കാനുള്ള ഒരു പ്രധാന വേദിയാണ് NHRC എന്നതാണ്. തീർച്ചയായും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. സായുധ സേനയുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളിൽ കമ്മീഷന്റെ അധികാരം കുറച്ചു പരിമിതമാണ്. ഓഹോ, അതെന്താണ്? അവർക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ കഴിയില്ല. പകരം കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാം. എന്നിട്ടോ? ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം അത് പരിശോധിക്കും. എന്നിട്ട് ഒന്നുകിൽ ആ പരാതി തള്ളിക്കളയാം, അല്ലെങ്കിൽ സർക്കാരിന് ചില ശുപാർശകൾ നൽകാം. സർക്കാർ ആ ശുപാർശകളിൽ എന്ന് നടപടിയെടുത്തു എന്ന് കമ്മീഷനെ അറിയിക്കണോ? വേണം. 3 മാസത്തിനുള്ളിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കമ്മീഷനെ അറിയിക്കണം. ഈ വിവരങ്ങളെല്ലാം, അതായത് കമ്മീഷന്റെ റിപ്പോർട്ടും സർക്കാർ സ്വീകരിച്ച നടപടികളും കമ്മീഷൻ പ്രസിദ്ധീകരിക്കണം. ഇതൊരു പ്രത്യേക നടപടിക്രമമാണ്, സായുധ സേനയുടെ കാര്യത്തിൽ മാത്രം. മനസ്സിലായി. അപ്പോൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ഇനി ഈ കമ്മീഷൻ അതിന്റെ കണ്ടെത്തലുകളും ശുപാർശകളും ഒക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കമ്മീഷൻ എല്ലാ വർഷവും ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. അത് ആർക്കാണ് കൊടുക്കുന്നത്? അത് കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്കും സമർപ്പിക്കണം. എന്നിട്ട് ആ റിപ്പോർട്ടുകൾ എന്തു ചെയ്യും? ആ റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ 2 സഭകളിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലും വെക്കണം. വെറുതെ വെച്ചാൽ മതിയോ? പോരാ. റിപ്പോർട്ടിനൊപ്പം ഒരു മെമ്മോറാണ്ടം കൂടി വെക്കണം. അതിൽ കമ്മീഷന്റെ ശുപാർശകളിൽ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണം. ഏതെങ്കിലും ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ
എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്നതിന്റെ കാരണവും പറയണം. ഓക്കെ, ഇത് ശരിക്കും ഒരു സുതാര്യത ഉറപ്പാക്കുന്നുണ്ടല്ലേ? കമ്മീഷൻ എന്ത് പറഞ്ഞു, സർക്കാർ എന്ത് ചെയ്തു എന്നെല്ലാവർക്കും അറിയാൻ പറ്റും. അതെ, അതുതന്നെയാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ NHRC എന്ന് പറയുന്നത് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിന്റെ ഘടന, നിയമനം, അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു. അതെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇത് കേൾക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ്. എന്തെങ്കിലും ലംഘനമുണ്ടായാൽ സമീപിക്കാൻ ഇങ്ങനൊരു സംവിധാനം ഇവിടെയുണ്ട് എന്നറിയുക.